ജനകീയമാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ചുകൊണ്ട് തലയെടുപ്പോടെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പമാണ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സ്കൂളുകളിലുമുള്ള അക്കാദമിക് ലൈബ്രറികൾ ഇതിന് പുറമെയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ തന്നെയാണ് വിശ്വമാനവരെ സൃഷ്ടിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ മൂലധനം വൈജ്ഞാനിക മൂലധനമാണ്, അറിവാണ്. അതിനേറെ സഹായിച്ചിട്ടുള്ളത് വായനയാണ്. ആ വായനയിലേക്ക് കേരളീയ സമൂഹത്തെ നയിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രന്ഥശാലകളാണ്. അതുകൊണ്ട് ഇനിയും അവയെ കാലാനുസാരിയായി പരിഷ്കരിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ ദിശ നിർണയിക്കുന്ന അല്ലെങ്കിൽ ദിശാബോധം പകർന്നു നൽകുന്ന കേന്ദ്രങ്ങളായി നമുക്ക് ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നോളജ് സൊസൈറ്റി എന്നുള്ള ആശയം, ഒരു വൈജ്ഞാനിക സമൂഹ സൃഷ്ടി എന്നുള്ളത് കേരളീയ സമൂഹവും സംസ്ഥാന സർക്കാരുമെല്ലാം കൈകോർത്ത് പിടിച്ച് ഏറ്റെടുത്തിട്ടുള്ള സന്ദർഭമാണ്. ആ വൈജ്ഞാനിക സമൂഹത്തിന്റെ നോഡൽ സെന്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കേണ്ടവയാണ് നമ്മുടെ ഗ്രന്ഥശാലകൾ. അറിവിനെ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി സംശ്ലേഷിപ്പിച്ചുകൊണ്ട് സാമൂഹ്യമായ പുരോഗതിയിലേക്ക് ഒരു ജനതയെ നയിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ കടമയാണ് വിസ്മരിച്ചുകൂടാത്തത്. നമ്മുടെ മുൻപേ പോയ തലമുറ വളരെ ത്യാഗപൂർണമായ നിലയിൽ തന്നെ ഏറ്റെടുത്ത ഈ പ്രവർത്തനങ്ങളെ പിന്നാലെ വരുന്ന തലമുറയ്ക്കായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അനിവാര്യമായും നാം ഏറ്റെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മൾ PN പണിക്കർ മാഷെ അനുസ്മരിക്കുമ്പോൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചു ചെന്ന് ഓരോ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ പടുത്തുയർത്തുന്നതിനു വേണ്ടി അദ്ദേഹം നൽകിയ അനുപമമായ സംഭാവനകൾ.